പറയുന്നതിന് ഞങ്ങൾ എതിരല്ല നിങ്ങൾ ഓർക്കണം. എന്നാലോ റസൂലുള്ളാഹിയുടെ മുഖത്ത് ഓതാൻ പാടില്ല. ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അയാൾ പറയുന്നത് കേട്ടോളുങ്ങൾ മധു പറയാൻ ഞങ്ങൾ എതിരല്ല. ഞാൻ തന്നെ എന്റെ പ്രസംഗത്തിൽ കുറെ പറഞ്ഞില്ലേ. പറയട്ടെ. അതിന് പറഞ്ഞിട്ട് മധുവിനുള്ള തെളിവുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹിനെ പ്രശംസിച്ചത്, അതിനൊന്നും ആർക്കും തർക്കമില്ല. മധുവിന് തർക്ക വിഷയമല്ല. ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു മധുവി ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല. കണ്ടോ, മധു തർക്ക വിഷയമേ അല്ല. അങ്ങനെ നിങ്ങളെ കൂടി ഞങ്ങൾ മാറ്റിക്കും. എന്താ കാരണം അറിയോ? ഇവിടെ നേരത്തെ നമ്മളെ മറ്റേ മൗലവി ഉണ്ടല്ലോ, ആ മൗലവി പറഞ്ഞത് മധു പറയാൻ ഖുർആൻ പറഞ്ഞിട്ടന്നില്ല. അത് പറയുന്നത് കേട്ടോളും അയാൾ ധീരപാത എത്ര ശക്തിയിലാണ് പറയുന്നത്. അത് പറയട്ടെ. അധികം പറയാനല്ല എന്ന് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞു വരുന്നത് ഖുർആനിൽ ഒരിടത്തില്ല, ഒരിടത്തിലില്ല. വെറുതെ പറയുക, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ആധികാരികമായിട്ടാണ് പറഞ്ഞത്. ഏതുപോലെ രാമനും ബാലനൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞ് അതേ ആധികാരികതയിലാണ് മുപ്പരിക്കും പറയുന്നത്. അത് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടില്ല, വെറുതെ ഭയങ്കര ശക്തി. മറ്റേ മുമ്പ് പറഞ്ഞതോ മതി വിഷയമല്ല.